മാത്രമല്ല പരിശോധന ഈ സംഭവത്തിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് വരുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഈ മേഖലയുടെ ഗ്രാമപ്രദേശമാണ്. സ്റ്റെഫിനും അറിയാം, സ്റ്റെഫിൻ ഈ പ്രദേശത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് ആ മേഖല ഗ്രാമപ്രദേശം മലയോര മേഖലയിലൊക്കെ ഈ ടിപ്പറിൻ്റെയും മണ്ണെടുപ്പും അവിടെ പ്രവർത്തിക്കുന്ന ക്വാറികളുണ്ട്. അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ, ഇതുപോലെ വലിയ വാഹനങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ വലിയ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. എന്താണിപ്പോൾ ഈ വകുപ്പുകൾ, ഗതാഗത മന്ത്രിയൊക്കെ ഇക്കാര്യത്തിൽ വലിയ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണുന്നുണ്ടോ? എന്താണ് സ്റ്റെഫിൻ ഇന്ന് ഈ ദിവസം ഈ ഉച്ചവരെയുള്ള അവിടെയുള്ള കാര്യങ്ങൾ, സംഭവവികാസങ്ങൾ നോക്കിയപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് പരിശോധന അടക്കമുള്ള കാര്യങ്ങളിൽ? പ്രജീഷ്, നമ്മുടെ നിരത്തുകളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന എത്രത്തോളം പാളുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നടന്നിരിക്കുന്ന അപകടം. കാരണം ഈ വാഹനത്തെ സംബന്ധിച്ച് 17 വർഷത്തെ പഴക്കമുണ്ടായിരുന്നു. 2024 ആ വാഹനത്തിന്റെ ഫിറ്റ്നസ് നഷ്ടപ്പെട്ടു. അതിനുശേഷം 2 വർഷം ഈ വാഹനം ഓടിയത് യാതൊരു തരത്തിലുള്ള ഫിറ്റ്നസും ഇല്ലാതെയാണ് എന്നുള്ളതാണ് ഗൗരവതരമായിട്ടുള്ള കാര്യം. ഒപ്പം എടുത്തു പറയേണ്ടത്, ഈ വാഹനം പലപ്പോഴും പോലീസും മോട്ടോർ വാഹന വകുപ്പും പിടിക്കുകയും ചെയ്തു. ആ പിടിക്കുന്ന ഘട്ടത്തിലെല്ലാം തന്നെ ഈ വാഹനത്തിന് ഫിറ്റ്നസ് ഇല്ല, ഈ വാഹനത്തിന്റെ അവസ്ഥ ഇതാണ്. ഇന്ന് തന്നെ നമ്മൾ ആ വാഹനം അപകടത്തിൽപ്പെട്ട സമയത്ത് അതിന്റെ ടയറിന്റെ ഒക്കെ അവസ്ഥ കണ്ടു. ഇത്രയധികം ലോഡുമായി ഒരു ഇറങ്ങി വരുന്ന വാഹനത്തിന്റെ ടയറിന്റെ അവസ്ഥയാണ് ആ മുട്ടയായി കണ്ടത്. അതുകൊണ്ട് തന്നെ ഗുരുതരമായ ഒരു വീഴ്ച ഈ പരിശോധനയിലെല്ലാം തന്നെ ഈ വാഹനത്തിന്റെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് വ്യക്തമാണ്. ഇനി എന്തുകൊണ്ട് ഈ വീഴ്ച ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, അതിൽ വകുപ്പ് തലത്തിൽ, സർക്കാർ തലത്തിലുള്ള അടിയന്തര ഇടപെടൽ വേണം. അത് എവിടെയാണ് എന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം, മോട്ടോർ വാഹന വകുപ്പിന് പരിശോധന നടത്താൻ കൃത്യമായ തോതിൽ ഉദ്യോഗസ്ഥരില്ല. ഉദ്യോഗസ്ഥ ക്ഷാമം വല്ലാത്ത തോതിൽ ഈ ഒരു വകുപ്പിനെ അലട്ടുന്നുണ്ട് എന്ന കാര്യവും ഉറപ്പാണ്. അത് നമ്മൾ പലതവണ ചൂണ്ടിക്കാണിച്ചതാണ്. മുൻപ് ഈ കാര്യങ്ങളെല്ലാം തന്നെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അന്നും പുതിയ മന്ത്രി പറഞ്ഞൊരു കാര്യം, ഇത് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള കാര്യമാണ് എന്നുള്ളതാണ്. മോട്ടോർ വാഹന വകുപ്പിനെ ഉടച്ചു വാർക്കാതെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകില്ല. പലപ്പോഴും ഈ ഒരു പേരിന് മാത്രമായി ചെക്കിംഗ് ഒതുങ്ങിപ്പോകുന്ന സ്ഥിതിയുണ്ട്. അതുകൊണ്ടാണ് 2024 മുതൽ പലപ്പോഴും നമ്മൾ വിചാരിച്ചു ആ വാഹനം ഒരുപക്ഷെ ഒതുക്കിയിട്ടിരിക്കുകയോ അല്ലെങ്കിൽ പൊളിക്കാൻ കൊടുത്തിരിക്കുകയോ ഒക്കെയാണ് എന്നുള്ളതാണ് രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ ചെല്ലാൻ കൃത്യമായി പരിശോധിക്കുമ്പോൾ 36 ചെല്ലാനുകളാണ് ഈ വാഹനത്തിനുള്ളത്. കൃത്യവിലോപം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെ ഭാഗത്ത് ഈ അപകടത്തിലേക്ക് വഴിവെച്ചിട്ടുണ്ട്, അത് ഉണ്ടായിട്ടുണ്ട്.